ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു അടിപൊളിയാണ്. ഇപ്പൊ പറഞ്ഞില്ലേ BJP എല്ലാം 15 വർഷത്തോളമായി ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. മനുഷ്യര് വോട്ട് ചെയ്യണോ? ഒരിക്കലും അല്ല. കള്ളവോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെ കുത്തിയാലും BJP-യിലോട്ട് ചെല്ലും. അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണുന്ന ആളാണെങ്കിലും ഇപ്പൊ എന്റെ ഒരു കാര്യം, ഈ ഒരു ബിസിനസ് കാര്യത്തിൽ എല്ലാം ഞാനാ തീരുമാനിക്കണേ. ഓക്കെ, പുറത്തുനിന്ന് ആർക്കും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അധികാരവും എല്ലാം എന്റെ കയ്യിൽ തന്നെ. ഇതുപോലെ തന്നെ BJP കംപ്ലീറ്റ് കാര്യം അവരുടെ അധികാരമായപ്പോ അതോടൊപ്പം തന്നെ ഡോളേഴ്സ്, ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഡോളേഴ്സും വിതറും. ഈ പറഞ്ഞ LDF-ന്റെ UGF-ന്റെ ഒക്കെ എല്ലാം ആൾക്കാർക്കെല്ലാം വായിലേക്ക് നല്ല ഡോളേഴ്സ് അവരുടെ അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവരും മിണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം വലിയ നാടകം തന്നെ. ഈ തൃശ്ശൂരാണെങ്കിലും സുരേഷ് ഗോപി ജയിച്ചാണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്തും ജയിച്ചിട്ടുണ്ട്. കേരളത്തില് BJP ജയിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. മതം RSS-ഉം BJP-യും എല്ലാവരും ഉണ്ട്. LDF-ഉം UDF-ഉം BJP എല്ലാവരും സെയിം തന്നെ. മതം വെച്ചിട്ട് ഈ ആൾക്കാരുടെ കണ്ണുപോത്തുന്ന പരിപാടി വിഡ്ഢികളുടെ. അപ്പൊ വിഡ്ഢികൾ ഇങ്ങനെ പരസ്പരം കടിച്ചും കീറി എല്ലാം നടക്കും. അപ്പൊ ഈ ഒരു ഏറ്റവും വലിയ കോമഡി ഇതാണ്. അപ്പൊ ഈ പറയുന്ന മിഷനിൽ ഉണ്ടാവുന്ന ആ മാനിപ്പുലേഷൻ തന്നെയാണ് അവർ. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലം എല്ലാം ഇങ്ങനെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും ആരും ചോദിക്കാൻ പറയില്ല. കാരണം ചോദിക്കാൻ പറയുന്ന ആൾക്കാരെല്ലാം നട്ടിൽ വളച്ചൊടിച്ചിട്ടേങ്ങ. ഈ പറയുന്ന സിനിമാ നടന്മാരുടെ ആണെങ്കിലും ബിസിനസ് ആൾക്കാരുടെ ആണെങ്കിലും എല്ലാവരുടെ. അപ്പോ അങ്ങനെയുള്ളപ്പോ ഞാൻ സംസാരിക്കണം അല്ലെ. എന്റെ ഭാവി തലമുറക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം. പ്രാണവായുവിലും വിഷം കുടിക്കുന്നു, വെള്ളത്തിലും വിഷം, അങ്ങനെ എല്ലാവിധ രീതിയിലും വിഷമായി കഴിഞ്ഞ് സമസ്ത പ്രപഞ്ചത്തിനും ക്രൂരത വരുത്തിക്കൊണ്ടിരിക്കുന്നു, കാടെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. കാരണം സ്റ്റോപ്പ് ചെയ്യിച്ചില്ലെങ്കിൽ നാടിന്റെ പോക്ക് വളരെ വലിയ രൂക്ഷത്തിലാവും. ഇപ്പൊ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം പ്രായമായിട്ട് അവരവിടെ വൃദ്ധസദനം പോലെ കിടക്കുന്നു. മക്കളെല്ലാം പുറത്ത് അവിടെ പട്ടിജീവിതം ജീവിക്കുന്നു. ഒരു കല്യാണം കഴിഞ്ഞൊരു ഭാര്യയും ഭർത്താവും എല്ലാം വിഭജിച്ചു. ഒരു കുഞ്ഞിന് അവളുടെ അമ്മയോടൊപ്പം പോലും ജീവിക്കാൻ പറ്റില്ല. മുലപ്പാലിൽ പോലും ഈ പറയുന്ന വിഷമടങ്ങിയ പദാർത്ഥങ്ങളാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ജസ്റ്റ് നോക്കിയാൽ മതി. റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം മയക്കത്തില, ഉറക്കത്തില. നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും ഉറക്കത്തില്ല. കാരണം അവരുടെ ബ്ലഡിൽ ഈ പറയുന്ന വിഷം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രാണവായുവിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും മുലപ്പാലിലൂടെയും എല്ലാം, ഭക്ഷണത്തിലൂടെയും വസ്ത്രത്തിലൂടെയും എല്ലാം. ഇതെല്ലാം കാണുമ്പോൾ ഇവിടെ ഒരു പെയിൻ വരും. ഓക്കെ, ആ ഒരു പെയിൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് ആരുടെ സപ്പോർട്ട് വേണം. ഞാൻ എന്റെ ശരീരം, എന്റെ ഉള്ളിലെ ഹൃദയത്തിലുണ്ടാവുന്ന വേദന ഇല്ലാതാക്കാൻ തന്നെ നിൽക്കുന്ന. അപ്പോൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം. ഓക്കെ, അവർക്കെല്ലാം ആ ഒരു പഴയ കാലം എങ്ങനെയാണോ ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ബന്ധം കണക്ട് ചെയ്യണം. ആ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അച്ഛനമ്മ, മക്കള്, ആ പറയുന്ന സൊസൈറ്റി, നാട്ടുകാർ, ഇതെല്ലാം വരണ്ടേ. അല്ലാതെ എന്തിനാ നമ്മൾ അടിമയായിട്ട് ജീവിക്കുന്നു? ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ ആ ഒരു സ്വർണ്ണം വെക്കാൻ വേണ്ടി ഗണിയിലെല്ലാം പണിയെടുക്കുന്ന പോലെ നമ്മുടെ ആൾക്കാർ അവിടെ പോയി കമ്പ്യൂട്ടറിലും ഈ പറയുന്ന ബർഗറൊക്കെ ഉണ്ടാക്കി നടക്കുന്നു. അപ്പൊ അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു നല്ലൊരു കാലം ഉണ്ടെങ്കിൽ, അതായത് വിഷ്ണു എന്നുള്ള എനിക്ക്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് റിലാക്സ് ഫോറസ്റ്റ് ആയി എനിക്ക് ഒരു സുപ്രീം അതോറിറ്റി ലൈഫ് എന്തായാലും ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എല്ലാവർക്കും ഉണ്ടാവണം ഇവിടെ. അതായത് പ്രായഭേദമന്യേ, ഈ പറയുന്ന ജെൻഡർ വ്യത്യാസം ഇല്ലാതെ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവപ്പെട്ടൊരു മണക്കാരൊന്നുമില്ല, എല്ലാവരും തുല്യം തന്നെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ സന്തോഷ, സമാധാനവും ധർമ്മവും എല്ലാം സ്ഥാപിതമാകും. അപ്പൊ അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ചെയ്യും. അതെല്ലാം ചെയ്യണതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിൽക്കുന്ന എന്റെ ഒരു മിയാവാക്കി കാർഡ്. ഓക്കെ, ഇവ നട്ടപ്പ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്നെക്കാട്ടിയും വലുതായി. അപ്പൊ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ എതിർത്ത് തോപ്പിക്കണവർക്ക് തോപ്പിക്കാം. ഇവിടെ ആ ഒരു അധർമ്മം പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷെ അത് സാധ്യമാവില്ല.